everyone, എറൈസ് കോളേജിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ ഒരു ചാപ്റ്റർ ആണ്. സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിയേറ്റ ഒരു കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് ഇംഗ്ലീഷിൽ 100 മാർക്കിന്റെ എക്സാമിനേഷൻ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നില്ലേ. 100 മാർക്കിന് പരീക്ഷയാണ് കുട്ടികൾ NIOSൽ എക്സാം എഴുതുന്നത്. എന്നാൽ അതിൽ 70 മാർക്കോളം നമുക്ക് വരുന്നത് റീഡിങ്ങും റൈറ്റിങ്ങും ഗ്രാമറൊക്കെയാണ്. ഇത് ഞാൻ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇംഗ്ലീഷിന്റെ മാർക്ക് വെയിറ്റേജ് എങ്ങനെയാണ് വരുന്നത്. എന്നാൽ അതിന്റെ ബാലൻസ് ബാക്കി വരുന്ന 30 മാർക്ക് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലിറ്ററേച്ചർ അഥവാ സാഹിത്യം പഠിക്കുന്നത്. അതിൽ കഥകൾ വരുന്നുണ്ട്, കവിതകൾ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇരുന്ന് വായിക്കാനൊന്നും എൻ്റെ കുട്ടികൾക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിതൊരു കഥ രൂപേണ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഥ ശരിക്കൊന്ന് കേട്ടിരുന്നോളൂ. ഓക്കെ, സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത് ഒരു രാജ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന്റെ, ഒരു ചെറിയ ബാലന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവത്തെ കുറിച്ച് വിവരിക്കുന്നതാണ് ഈ ഒരു സ്നേക്ക് ബൈറ്റ് എന്ന കഥ. സ്നേക്ക് ബൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാമ്പ് കടി അല്ലെ. സ്നേക്ക് എന്ന് പറഞ്ഞാൽ പാമ്പ്, ബൈറ്റ് എന്ന് പറഞ്ഞാൽ കടിക. അറിയാത്തവരാരുമില്ല. ഓക്കെ, രാജ എന്ന് പറയുന്ന ഈ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഈ ഒരു ബാലൻ അവന്റെ ചെറുപ്പകാലത്ത് ആ കുഞ്ഞ് അവന്റെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെ കൂടെയൊക്കെ അവരുടെ കൂടെ കളിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലുണ്ടായ ഒരു അനുഭവം, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തെയാണ് നമ്മളിവിടെ കഥയായിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ കഥയിൽ രാജ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ കഥാപാത്രം. ഇവിടെ നമ്മുടെ ഹീറോ ആരാണ്? രാജയാണ്. രാജ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഈ ഒരു ബാലന് അവന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ ചെറുപ്പകാലത്ത് ആ ബാലൻ കളിക്കുമ്പോൾ അവന് ഈ പാമ്പുകളോടും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളോടൊക്കെ, വന്യജീവികളോടൊക്കെ വളരെ താല്പര്യമായിരുന്നു. അവൻ തേനീച്ചകളെ പിടിക്കാൻ പോവുക, പാമ്പുകളോട് കളിക്കുക, ഇങ്ങനെയുള്ള ഒരു വിനോദത്തിൽ, അതായിരുന്നു അവൻ്റെ ഒരു വിനോദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാജ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഈ ഒരു കാര്യമാണ് വിനോദം എന്ന് പറഞ്ഞത്. എന്നാൽ അവന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കൊന്നും ഇതറിയില്ല. കാരണം കുട്ടി നേരം വെളുക്കുന്നു, കളിക്കാൻ പോകുന്നു, അവൻ ഭയങ്കര ഹാപ്പിയാണ്, തിരിച്ചു വരുന്നു, ഇത്രമാത്രം കാര്യങ്ങൾ. അങ്ങനെ ഒരു ദിവസം രാജ കളിക്കാൻ വേണ്ടിയിട്ട് വീട്ടുമുറ്റത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി പോണ സമയത്ത് അവന് തേനീച്ചകളെ കാണും. എന്താണ്? ഹണിബി, തേനീച്ചകളെ കാണും. തേനീച്ചകളെ കാണുമ്പോൾ അവൻ പോയിട്ട് അതിന് പിടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ പോയിട്ട് പിടിക്കും. പക്ഷെ അവന് കയ്യിൽ കുത്തിട്ടും ഒരു തേനീച്ച അവനെ കുത്തിയിട്ട് അവന്റെ കയ്യിൽ കുത്തിയിട്ടിട്ട് അവന് ആകെ ടെൻഷൻ ആവും. കാരണം എന്താ അറിയോ? നല്ല വേദനയാണ് അല്ലെ, കയ്യിൽ കുത്തിവെക്കുമ്പോൾ നല്ല വേദനയാണ് അവന്. അപ്പൊ ഇവന് ഈ തേനീച്ചയുടെ കടി ഏറ്റു എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവന്റെ മുത്തശ്ശിയുടെ അടുത്ത് ഓടി വരിക. വന്നിട്ട് പറയാ, അമ്മേ എന്നെ തേനീച്ച കുത്തി എന്ന് പറയാതെ, അത് പറയാനുള്ള ഒരു സ്പേസ് അവന് കിട്ടിയില്ല. അത് പറയാനുള്ള സ്പേസ് കിട്ടാതെ അവൻ ഈ കയ്യിൽ കുത്തിയത് കാണിച്ചു കൊടുക്കുമ്പോ അവന് മുത്തശ്ശി വിചാരിക്കുന്ന എന്താ അറിയോ? ഇവനെ പാമ്പ് കടിച്ചു എന്നാ. അതായത് തേനീച്ചയാണ് കടിച്ചത് എന്ന് രാജക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് പറയാൻ വേണ്ടിയിട്ട് സമ്മതം കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും ഇവരൊക്കെ ടെൻഷനായിട്ട് ഇവനെടുത്ത് ഒരു പാമ്പിന്റെ വിഷം ഇറക്കുന്ന ഒരു നാട്ടുവൈദ്യന്റെ അടുത്തേക്ക് ഓടുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും രാജയെ എടുത്ത് ഓടുമ്പോ രാജക്ക് പറയണമെന്നുണ്ട്, അമ്മേ അച്ഛ എന്നെ കടിച്ചത് പാമ്പല്ല, ഒരു തേനീച്ചയാണ്. പക്ഷെ വേദന ഉണ്ട്, നല്ല വീക്കം വരുന്നുണ്ടല്ലേ. ഇതിനിങ്ങനെ കാണുമ്പോ വീട്ടുകാർ സമ്മതിക്കോ? കാരണം കണ്ടിട്ടില്ല, ചെറിയ പയ്യനല്ലേ. അവരാകെ ടെൻഷനായിട്ട് ഇവനെടുത്തിട്ട് ഈ വിഷം ഇറക്കുന്ന വൈദ്യന്റെ അടുത്തിട്ട് ഓടിപ്പോവാ. നമ്മുടെ രാജക്ക് നന്നായിട്ട് അറിയാം ഇതൊരു തേനീച്ച കുത്തിയതാണ്, പാമ്പ് കടിച്ചതല്ല എന്നുള്ളത്. എന്നാൽ വീട്ടുകാരോട് ഇത് പറയാനുള്ള സാഹചര്യം അവനുണ്ടായില്ല. വീട്ടുകാർ വിചാരിക്കുന്നത് പാമ്പ് കടിച്ചു എന്നുള്ള ആ ഒരു ടെൻഷനിലാണ്, ആ ഒരു പേടിയിലാണ് അവർ ഓടിയിട്ട് ഈ വൈദ്യന്റെ അടുത്ത് എത്തുന്നത്. പക്ഷെ വൈദ്യന്റെ അടുത്ത് എത്തുമ്പോൾ അവിടെയാണ് നമ്മുടെ കഥയുടെ തുടക്കം എന്ന് പറയുന്നത്. കാരണം എന്താ അറിയോ? അവിടെ എത്തുമ്പോൾ വൈദ്യ എങ്ങനെ പറയാ, ഇത് പാമ്പ് കടിച്ചു തന്നെയാണ്, ഞാൻ ഇത് മാറ്റിത്തരാം, ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ അയാൾ പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യും? ഒരു കുടത്തിൽ എന്ത് ചെയ്യും? കുറച്ച് വെള്ളം കൊടുക്കും, രാജനോട് കുടിക്കാൻ പറയും. രാജ ഈ വെള്ളം കുടിക്കുമ്പോൾ യാദൃശ്ചികം തന്നെ സംഭവിക്കുന്നുണ്ട്, ഇവന്റെ കയ്യിലുള്ള വീക്കവും അതുപോലെ തന്നെ ഈ വേദനയൊക്കെ അവന് മാറി വരുന്നുണ്ട്. അപ്പോ നമ്മുടെ മന്ത്രവാദി എന്താ പറയുന്ന അറിയോ? വൈദ്യൻ എന്താ പറയുന്ന അറിയോ? ഇത് ഞാൻ ഈ മന്ത്രം ചൊല്ലിയ ഈ വെള്ളം കൊടുത്ത് അത് കുടിച്ചത് കൊണ്ടാണ് രാജയുടെ പാമ്പ് കടി മാറിയത്, ആ ഒരു പാമ്പ് കടിച്ച ആ ഒരു വിഷം ഇറങ്ങിയത്, അതുകൊണ്ടാണ് അവന് രക്ഷപ്പെട്ടത് എന്ന് അവന്റെ അച്ഛനെയും അമ്മയെയും, അതായത് മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. പക്ഷെ രാജയ്ക്ക് നന്നായിട്ട് അറിയാം ഇത് പാമ്പല്ല, കടിച്ചത് തേനീച്ചയാണ്. പക്ഷെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഈ വൈദ്യന്റെ ഒരു വർത്താനൊക്കെ എന്താ? അദ്ദേഹത്തിന്റെ മന്ത്രവാദം, അദ്ദേഹം ഉരുവിട്ട മന്ത്രത്തിൽ നിന്നും ആ വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിച്ചത് കൊണ്ടാണ് രാജ രക്ഷപ്പെട്ടതെന്ന് വീട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിക്കുക. വീട്ടുകാരാണെങ്കിൽ ഇത് വിശ്വസിക്കും. കാരണം എന്താ? അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇത് പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് ഓടിപ്പോയിട്ട് ഒരു വെള്ളം കുടിച്ചപ്പോഴത്തേക്ക് ഇത് മാറി. അപ്പോ സ്വാഭാവികമായിട്ടും വീട്ടുകാരെന്താ പറയണത്? ഈ ഒരു വൈദ്യന്റെ കഴിവായിട്ടാണ് ഇതിനെ കാണുന്നത്. അദ്ദേഹം ഒരു മന്ത്രവാദി, അദ്ദേഹത്തിന്റെ ആ ഒരു കരുണ കൊണ്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു മന്ത്രം കൊണ്ടാണ് നമ്മുടെ രാജ രക്ഷപ്പെട്ടതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മുടെ രാജയ്ക്ക് ഇത് മുത്തശ്ശിയോട് പറയണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, അവർ അംഗീകരിക്കുന്നില്ല. അപ്പോ
രാജ ഒരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയാണ്. അവന് നന്നായിട്ട് അറിയാലോ അത് തേനീച്ചയാണ് കുത്തിയെന്നുള്ളത്. പക്ഷേ വീട്ടുകാരെന്താ ചെയ്യുന്നത്? അവനും കൊണ്ട് പോരുന്നിട്ട് പിന്നീട് ഈ മന്ത്രവാദിക്ക് രാജയുടെ മുത്തശ്ശൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു കഥയാണ്, ചെറിയൊരു കഥ, രാജയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ചെറിയൊരു ഭാഗം. ഓക്കെ, പക്ഷെ ഈ ഒരു കഥയിൽ നിന്നാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ കണ്ടെത്തുന്നത്. കഥ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് അത്ര വലിയൊരു കഥ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ചെറിയൊരു കാര്യം. ഇത്ര മനസ്സിലാക്കുക. രാജ എന്ന് പറയുന്ന ഒരു ബാലൻ, അവൻ കളിക്കുമ്പോൾ തേനീച്ച കയ്യിൽ കുത്തി, തേനീച്ചയുടെ കടിയേറ്റ അവനെ പാമ്പാണ് കടിച്ചതെന്ന് പറഞ്ഞ് മുത്തശ്ശി എടുത്ത് ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെല്ലും. അവരെന്ത് ചെയ്യും? ഒരു വെള്ളം കൊടുക്കും കുടിക്കാൻ. അത് കുടിക്കണോട് കൂടിയിട്ട് ഇവന്റെ വേദന മാറും. അപ്പോൾ രാജ ക്യൂറാവും. മീൻസ് അവന് രക്ഷപ്പെടുകയാണ്, അവന്റെ പാമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് വീട്ടുകാരും മന്ത്രവാദിയൊക്കെ പറയുന്നത്. പക്ഷെ രാജയെ കടിച്ചത് പാമ്പല്ല എന്നുള്ളത് രാജയ്ക്ക് നന്നായിട്ട് അറിയാം. അത് പറയാനുള്ളൊരു നിർവാഹം രാജയ്ക്കില്ല. ഇത് മാത്രമാണ് മക്കളെ ഈ സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്ന ഒരു കഥ, ചെറിയൊരു കഥ. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി, ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ മക്കളെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കണേ, വാട്ട് ഹാപ്പൻ ടു രാജ? വാട്ട് എന്താണ് ഹാപ്പൻ സംഭവിച്ചത് ടു രാജ വെൻ ഹി വാസ് പ്ലേയിങ്? അവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജയ്ക്ക്, അതായത് വെൻ വാട്ട് ഹാപ്പൻ ടു രാജ, എന്താണ് രാജയ്ക്ക് സംഭവിച്ചത് വെൻ ഹി വാസ് പ്ലേയിങ്, അവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ? അപ്പോൾ നമ്മൾ എന്താ പറയാ? രാജ തേനീച്ചയുടെ കുത്തേറ്റു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, വാട്ട് ഡിഡ് രാജാസ് പാരന്റ്സ് ഡു വെൻ ഹി വാസ് വൂണ്ട്, വെൻ ഹി ഗോട്ട് എ ബൈറ്റ്? അല്ലെങ്കിൽ what was Raja's parents thought when he got a bite from snake? അല്ലേ? അല്ലെങ്കിൽ what was Raja's parents thought when he got bite? ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാം. അപ്പൊ മക്കളെ നിങ്ങൾ കഷ്ടപ്പെടുന്ന എന്തേ കാരണം അറിയോ? ഈ ചോദ്യങ്ങൾ മനസ്സിലാക്കാനാ. പക്ഷെ ഒരു കുഴപ്പമില്ല, ചോദ്യങ്ങളെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ വാട്ട്, വെന്, വിച്ച് എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. അതിൽ കണ്ടന്റ് നോക്കുക, കീവേഡ് നോക്കുക. ഇതില് രാജയുടെ പേരൻസ്, രാജാസ് പേരൻസ് വാട്ട് തോട്ട്, അവരെന്താണ് ചിന്തിച്ചത്? രാജ വന്നിട്ട് കയ്യിൽ കടിച്ചു എന്ന് പറഞ്ഞപ്പോ അവരെന്താ ആദ്യം ചിന്തിച്ചത്? they thought അവർ ചിന്തിച്ചു ഇറ്റ് വാസ് എ ബൈറ്റ് ഫ്രം എ സ്നേക്ക്, അതൊരു പാമ്പിന്റെ കടിയാണ്. അത് പാമ്പ് കടിച്ചാന്ന് ആരാ പറയണത്? പാരന്റ്സ് പറയാ. ബട്ട് ദേ ആർ നോട്ട് കൺഫേംഡ്. അവരെന്തല്ല അത് കൺഫേം ചെയ്തിരുന്നല്ലോ, പക്ഷെ അവർക്ക് തോന്നുക. ബട്ട് രാജയ്ക്ക് എന്തുണ്ട്? വാട്ട് വാസ് രാജാസ് മൈൻഡ് അറ്റ് ദാറ്റ് ടൈം? രാജയ്ക്ക് എന്തുണ്ട്? ഹി വാണ്ടഡ് ടു സേ ദാറ്റ് ഇറ്റ് വാസ് നോട്ട് എ സ്നേക്ക് ബൈറ്റ്, ഇറ്റ് വാസ് എ ബൈറ്റ് ഫ്രം ബി, ഹണി ബി എന്നാണ് പറയേണ്ടത്. പക്ഷേ അത് പറയാനുള്ള ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല. മനസ്സിലായോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. ഇത്ര ഉള്ളു ചോദ്യങ്ങൾ. അടുത്തൊരു ചോദ്യം വരിക, വാട്ട് ഹാപ്പൻ ടു രാജ വെൻ ഹി ഡ്രാങ്ക് ദാറ്റ് വാട്ടർ? ആ വെള്ളം കുടിച്ചപ്പോ രാജയ്ക്ക് എന്താ സംഭവിച്ചത്? ഹിസ് പെയിൻ ഗോട്ട് ക്യൂർഡ്, അവന്റെ വേദന മാറി, ക്യൂർഡായി. അതാണ് അതിന്റെ ഉത്തരം. കഥ കേട്ടിരുന്നാൽ മനസ്സിലാവൂലേ? പക്ഷേ ഇതെങ്ങനെയാണ് എഴുതാന്നുള്ളത് ഇംഗ്ലീഷ് അല്ല എഴുതണ്ടേ. ഇതിപ്പോ ഞാൻ മലയാളത്തിൽ പറഞ്ഞത് ഇംഗ്ലീഷിൽ എഴുതണ്ടേ. പക്ഷേ നിങ്ങൾക്കറിയാവുന്നത് പോലെ നിങ്ങൾ ഈ പറഞ്ഞ കീവേഡുകൾ, ഇപ്പോൾ എന്താണ് രാജയ്ക്ക് സംഭവിച്ചത്? രാജ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേനീച്ച കുത്തി എന്നാണ് ഇതിന്റെ ഉത്തരം. അപ്പോൾ വെൻ രാജ വാസ് പ്ലേയിങ് ഹി ഗോട്ട് എ ബൈറ്റ് ഫ്രം ഹണി ബി, അതിൽ നിന്നും അവനൊരു കുത്തേറ്റു എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ഇനി എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് വന്നോട്ടെ, നമുക്ക് ഗ്രാമർ ഒന്നും വേണ്ട മക്കളെ. കണ്ടന്റ് ഉണ്ടോ, കീവേഡ് ഉണ്ടോ, മാർക്ക് കിട്ടും. ഗ്രാമറിനും വലിയ ഇംഗ്ലീഷ് ഒന്നും നിങ്ങൾ നോക്കണ്ട. നമുക്കിത് NIOSന്റെ എക്സാം പാസ്സാവാനുള്ള ഇംഗ്ലീഷ് മതി, അതിവിടെ കിട്ടും. ഇത് നിങ്ങൾ എഴുതുന്നത് തന്നെയാണ് ഉത്തരം. ഈ കഥ മനസ്സിലായല്ലോ? ഇനി അതിന്റെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, ഗൈഡിലൊക്കെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കുക. എന്നിട്ട് ആ ചോദ്യം നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കഥ തന്നെയാണ് ആ ചോദ്യങ്ങൾ. അതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കഥയിൽ ഏത് ഭാഗമാണ് അനുയോജ്യം തോന്നുന്നത് അത് നിങ്ങൾ അങ്ങോട്ട് എഴുതിയാൽ മതി. അതെങ്ങനെ എഴുതണം എന്നറിയോ? നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ. ഓക്കെ, പക്ഷെ മക്കളെ ഇതിലൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതിൽ ഗ്രാമർ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാമറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഗ്രാമറിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ വരുന്നത് പാസ്റ്റ് ടെൻസാ, ഭൂതകാലം. എന്തറിയോ? ഈ കഥയൊക്കെ മുമ്പ് നടന്ന കാര്യമാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണോ അല്ലെങ്കിൽ നടക്കാൻ പോകണമെന്നല്ലല്ലോ പറയുന്നത്, പഴയതാ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ എന്താണെന്നറിയോ? ഇത് പാസ്റ്റ് ടെൻസിലാണ്, ഭൂതകാലത്തിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഗ്രാമർ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ പരീക്ഷയ്ക്ക് എക്സാമിന് എഴുതുമ്പോൾ രാജ ഈസ് ഗോട്ട് എ ബൈറ്റ് എന്ന് പറയാൻ പറ്റുമോ? രാജക്ക് ഒരു കുത്ത് കിട്ടുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കുത്ത് കിട്ടിയെന്നേ പറയാം. കഴിഞ്ഞുപോയി. നമ്മളിത് പറയാണ്, ഒരു കഥയാണ്. പണ്ട് നടന്ന സംഭവത്തെ നമ്മൾ അറിയിക്കുമ്പോൾ അത് ഭൂതകാലത്തിലാണ്, കഴിഞ്ഞുപോയ കാലമാണ്. സോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ എഴുതുമ്പോൾ അത് അങ്ങനെ തന്നെ എല്ലാം പാസ്റ്റ് ടെൻസിൽ എഴുതണം. അതിന് പാസ്റ്റ് ടെൻസ് അറിയണ്ടേ? അതിന് നിങ്ങൾ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്നുള്ള ആ ടെൻസസ്
അറിഞ്ഞിരുന്നാൽ മതി. അത് ഫുള്ളായിട്ടിരുന്ന് പഠിക്കേണ്ട. എഴുതുമ്പോൾ ഈസിലും ഒന്നും എഴുതരുത് എന്നുള്ള ഞാൻ പറഞ്ഞത്. വാസിൽ എഴുതാൻ നോക്കുക, കഴിഞ്ഞ കാലത്തിലാക്കി എഴുതാൻ നോക്കുക. കഴിഞ്ഞു പോയി ഒരു കഥ കേട്ട പോലെ തന്നെ ഉത്തരങ്ങൾ എഴുതുക. രാജാവാസ് എന്ന് അങ്ങനെ എഴുതുക. രാജാ ഈസ് എന്ന് എഴുതരുത്, അത് തെറ്റാണ്. കഴിഞ്ഞതാണ്, കഴിഞ്ഞ രീതി തന്നെ കഥ എഴുതാൻ ശ്രമിക്കുക. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് സ്നേക്ക് ബൈറ്റ് എന്ന് പറഞ്ഞ കുഞ്ഞു പാഠം. ഇതിൽ ഒരുപാടൊന്നും നിങ്ങൾക്കില്ല, ചെറിയൊരു കഥ. ആ കഥയിൽ വരുന്ന ചോദ്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു അല്ലേ. ഇനി നിങ്ങൾ ചോദ്യങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കി, ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ എഴുതി നോക്കൂ കേട്ടോ. അപ്പൊ നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ഫസ്റ്റ് ബാച്ച് തിങ്കളാഴ്ച തുടങ്ങുകയാണ്. ക്ലാസ് എല്ലാ കുട്ടികളും ജോയിൻ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഐ എം വെരി ഹാപ്പി ഫോർ യു ഗൈസ്. ഓക്കെ, സോ നിങ്ങളൊക്കെ പഠിപ്പിക്കാൻ കിട്ടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഈ ഒരു എനർജി തന്നെ മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതിന്റെ ക്ലാസ്സും 5 ദിവസം കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങൾ ആരെങ്കിലും ഇനി ചേരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കളെ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു സ്റ്റുഡൻസ്.